ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ശാരി വളരെ സ്നേഹത്തോടു കൂടി രാഹുലിന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അപ്പൊ രാഹുലാണെങ്കിലോ, ഇവൾക്ക് ഇത് എന്ത് പറ്റി, ഇത്രയധികം സ്നേഹത്തിലൊന്നും എന്നോട് സംസാരിച്ചിട്ട് ഇപ്പം കുറച്ചധികം ദിവസം ആയല്ലോ, അതുകൊണ്ട് തന്നെ ശാരി ഒന്ന് മൊത്തത്തിൽ നോക്കുക. രാഹുല്, എന്താ ശാരി, നിനക്ക് എന്ത് പറ്റി? അതെ രാഹുലേട്ടാ, ഇനിയിപ്പൊ സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ദേ സോണിക്ക് നല്ല ഒന്നാം തരം ഒരു ചെറുക്കനെയാ കിട്ടിയിരിക്കുന്നത്. അതൊക്കെ ആലോചിച്ച് നിങ്ങൾ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുമൊന്നും വേണ്ട കേട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്, നമ്മുടെ മരുമോന്റെ കൂടെ അവനോട് ഇച്ചിരി നല്ല രീതിയിലൊക്കെ പെരുമാറ്. നമുക്ക് അവന്റെ കൂടെ അമേരിക്കയിലേക്ക് പോവാന്നേ. ഇവിടെ ഇവരെന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, നമുക്ക് അവന്റെ കൂടെ പോയി സുഖസുന്ദരമായിട്ട് ജീവിക്കാമെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം രാഹുലിന് അത് തീരെയും പിടിച്ചില്ല. എടി, നിന്റെ മരുമകൻ അവനെ ഉണ്ടല്ലോ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ചവിട്ടി കൂട്ടും. നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് പിന്നെ പല കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാത്തത്. അതൊന്നും താങ്ങാനുള്ള കരുത്ത് നിനക്ക് ഇല്ലാതെ വരും, അതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും ശാരി പറയുന്നുണ്ട്, അതെ ഇനി നിങ്ങൾ ഇതിന്റെ പേര് ദേഷ്യപ്പെടുവൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്താലോ, നിങ്ങളെ ഒന്ന് തണുപ്പിക്കാൻ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. തണുപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ എന്താടി, എനിക്ക് ഭ്രാന്താണോ? നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് രാഹുൽ തിരികെ ചോദിക്കുന്നുണ്ട്. എന്റെ പൊന്നു മനുഷ്യ, ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം, നിങ്ങൾ അതൊന്ന് കുടിക്ക്. മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പം എല്ലാം ശരിയാകുമെന്നേ. അങ്ങനെ ശാരിത ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ജ്യൂസ് ഉണ്ടാക്കാൻ അടുക്കളയിൽ നിൽക്കുന്ന ശാരിയുടെ അടുത്തേക്ക് നമ്മുടെ ഇവൻ വരികയാണ്, മനോഹർ വരികയാണ്. മനോഹർ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇത് എന്തെടുക്കാണ്? മോനെ, അച്ഛൻ ഒരു ജ്യൂസ് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ ആ ജ്യൂസ് അങ്ങ് കലക്കി കൊടുക്കാം. അമ്മ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ആ പൊടി അങ്ങ് തന്നാലോ? അമ്മ ഈ ജ്യൂസിനകത്ത് കലക്കി കൊടുക്ക്. ഇച്ചിരി കൂടി മധുരം ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇത് കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെതാ അമ്മായി അമ്മയും മരുമകനും കൂടി രാഹുലിനിട്ട് മുട്ടം മണി കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ മനോഹറിന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ രാഹുലിനെ മുഴുവൻ പ്രാന്തനാക്കണം, അതുമാത്രമാണ്. അതുകൊണ്ട് തന്നെ ശാരി ആണെങ്കിൽ ഇതൊന്നും അറിയാതെ തൻ്റെ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മാറണം, അതിനു വേണ്ടിയിട്ട് ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കലത്തുക കേട്ടോ. അപ്പം വളരെ സ്നേഹത്തോടു കൂടി ശാരി ആ ഒരു ജ്യൂസ് കൊണ്ടുപോയി നമ്മുടെ രാഹുലിന് കൊടുക്കുമ്പം എന്താണ് പതിവില്ലാത്തൊരു സന്തോഷമൊക്കെ ആണല്ലോ. എൻ്റെ രാഹുലേട്ടാ, നിങ്ങൾ ഇനി അതും ഇതും ഒന്നും പറയാതെ ഈ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചെന്നും പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി ശാരി അത് കുടിപ്പിക്കുകയാണ്. അല്ലടി, എന്താടി നീ എന്നെ നിർത്തി കുടിപ്പിക്കുന്നത്? ഇതിനകത്ത് നീ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏയ്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. എത്രയൊക്കെ വന്നാലും എന്തെങ്കിലും ദേഷ്യമൊക്കെ വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുമെങ്കിലും നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരും ഇല്ലല്ലോ. നമ്മുടെ മോള് ഭർത്താവുമായിട്ടൊക്കെ ജീവിക്കും, എനിക്ക് പക്ഷേ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ശാരി വളരെ കാര്യത്തിന് രാഹുലിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം പുള്ളിക്ക് ഒരു സംശയവും തോന്നുന്നില്ല. ആശാനാണെങ്കിലോ ആ ജ്യൂസ് വളരെ ആസ്വദിച്ച് കുടിക്കുകയാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ മനോഹർ നേരെ സരയുവിൻ്റെ അടുത്ത് ചെല്ലുക കേട്ടോ. സരയുവിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എടി ദേ നിന്റെ അച്ഛൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നേ? അച്ഛൻ ജ്യൂസ് കുടിച്ചതിന് എനിക്കെന്താ? എടി, ഇത് ആ ജ്യൂസ് അല്ല, നമ്മൾ പറഞ്ഞില്ലേ ഒരു പൊടി കലക്കി കൊടുക്കണ കാര്യം, ആ ജ്യൂസാണ് നിന്റെ അച്ഛൻ കുടിച്ചിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരൻ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും ബോധം കെട്ട് വീഴാൻ സാധ്യതയുണ്ട്. നമുക്ക് അച്ഛനെ ആശുപത്രി കൊണ്ടുപോകണ്ടേന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെയാ മനുവേട്ട ഈ പറയുന്നത്? ഒരുപാട് സങ്കടമുണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്, എൻ്റെ സുഖവും സന്തോഷവും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് സരയു ഭൂലോക സെന്റിമെന്റ്സ് അടിക്കുകയാണ്. അപ്പം മനോഹറാണെങ്കിലോ നമ്മുടെ സരയുവിനെ ആശ്വസിപ്പിക്കുക കേട്ടോ. എൻ്റെ മോളു, നിന്റെ വിഷമമൊക്കെ ഈ ഏട്ടന് മനസ്സിലാകും, നീ ഒന്നും കൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട, നിനക്ക് ഞാനില്ലേ. പിന്നെ നിന്റെ ഡാഡിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി പുള്ളിക്കാരൻ പഴയതുപോലെ ആവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആശുപത്രി കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അമേരിക്കയ്ക്ക് പോവാമല്ലോ. നമ്മുടെ കുഞ്ഞിനി ജനിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഇതുപോലെ ഒരു ഭ്രാന്തുള്ള അവസ്ഥയാണെങ്കിൽ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലോ? നീ ഇപ്പൊ കാണുന്നതല്ലേ എൻ്റെ നേരെ കത്തി ഓങ്ങുന്നതും എൻ്റെ കഴുത്തിന് കുത്തി പിടിക്കുന്നതും ഒക്കെ. അങ്ങനെയുള്ള ഒരു അവസ്ഥ നിനക്കും കുഞ്ഞിനും ഒക്കെ വന്നാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കെന്ന് പറയുമ്പം സരയുവാണെങ്കിലോ, എൻ്റെ പൊന്നുമനുവേട്ടാ, എനിക്ക് അതൊന്നും ആലോചിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ എളുപ്പം റെഡിയാകാമെന്നും പറഞ്ഞ് അവൾ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുകയാണ്.
അപ്പം ശാരി ഇങ്ങനെ ഇത് എപ്പോൾ ബോധം കെടുമെന്ന് നോക്കി അവിടെ പറ്റയിൽ ഇങ്ങനെ ഇരിക്കാട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിലോ രാഹുൽ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. എനിക്ക് പലതും നഷ്ടപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ചതാണ് രൂപയുടെ സ്വത്തുക്കൾ, പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയില്ല. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ടത്. അവളാണെങ്കിലും ഇപ്പൊ എന്നോട് വലിയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. അവളുടെ ഒരു കല്യാണം കഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ അവൾക്കിപ്പൊ എന്നോട് എന്തൊക്കെയോ ഒരു ദേഷ്യമാണ് എന്നൊക്കെ രാഹുൽ ഇങ്ങനെ ശാരിയുടെ അടുത്ത് പറയാണ്. അപ്പൊ ശാരി പറയുന്നുണ്ട്, എന്റെ മനുഷ്യ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്തായാലും നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം നമുക്ക് ചുറ്റിനും ഉണ്ടല്ലോ. പിന്നെ അതും പോരെങ്കിൽ നമ്മുടെ മരുമോൻ നല്ല ഒന്നാം തരം ഒരു ബിസിനസ്സുകാരനല്ലേ, അവന് നല്ല കോടികളുടെ ആസ്തിയും ഉണ്ട്. പിന്നെ നമ്മൾ എന്നാത്തിനെ പേടിക്കണത്? സുഖമായിട്ട് പോയി അമേരിക്കയിൽ പോയി താമസിക്കണം. നിന്റെ ഒരു അമേരിക്ക എടി, അവൻ അമേരിക്ക കണ്ടിട്ടുണ്ടോ? നിനക്കറിയാവോ അത് വല്ലതും? എന്തറിഞ്ഞിട്ടാ നീ സംസാരിക്കുന്നതെന്നും പറഞ്ഞ് ശാരിയുടെ നേരെ ദേഷ്യപ്പെടുകയാണ് രാഹുല്. അപ്പൊ രാഹുലിന് ചെറിയൊരു തലക്കൊരു പിടുത്തമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരനൊരു ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്. ഇതെന്താണ്, എനിക്ക് എന്തോ ഒരു വയ്യായിക പോലെ, ഒരു ക്ഷീണം പോലെ, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്നും പറഞ്ഞ് ആശാൻ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ഏറ്റു പരിപാടിയെല്ലാം വിജയിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ ശാരി നേരെ പോവുകയാണ് മനോഹറിന്റെ അടുത്തേക്ക്. അങ്ങേരാ നാരങ്ങാവെള്ളം കുടിച്ച് പൂസായി അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതും ബോധം തെളിയുന്നതിന് മുന്നേ ആശുപത്രിയിൽ എത്തിക്കണമെന്നും പറഞ്ഞ് ഇവരിതാ ഒരു വണ്ടി എടുത്ത് അങ്ങ് പോവാൻ തുടങ്ങുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് വിക്രത്തിന്റെ വീട്ടിൽ വന്ന് നല്ല അസാധ്യമായിട്ട് സദ്യ കഴിച്ച് മടങ്ങുന്ന സോണിയെയും കിരണിനെയും ഒക്കെയാണ്. മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് നമ്മുടെ പ്രകാശനും വിക്രവും ഒക്കെ ഇവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നത്. ഒട്ടും ഇഷ്ടമില്ല. അതിനിടക്കാണെങ്കിലോ ശരണ്യ പറയാവുന്നതിന്റെ മാക്സിമം കുത്തുവാക്കുകൾ അവൾ അവിടെ വെച്ച് പറയുകയാണ്. അപ്പം വിക്രം ആണെങ്കിലോ തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയിലാണ്. സോണിയെ ചേർത്ത് നിർത്തുന്ന ആൽബിയെ കാണുമ്പോൾ വിക്രത്തിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാണ്, തന്റെ ഗതികേടാണ് എന്ന് വിചാരിച്ചിട്ട് മനസ്സില്ലാ മനസ്സോടുകൂടി മൂങ്ങയും പ്രകാശനും അതുപോലെ തന്നെ വിക്രം ഒക്കെ കൂടി ഇവരെ നല്ല രീതിയിൽ സൽക്കരിച്ച് പറഞ്ഞയക്കുക. അപ്പൊ പോകുന്ന സമയമാണെങ്കിലോ അതെ, ഞങ്ങൾ ഇനിയും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിലും ഗംഭീരമായിട്ടുള്ള സദ്യ തന്നെ ഒരുക്കണം കേട്ടോ എന്നും പറഞ്ഞാണ് ഇവര് മടങ്ങുന്നത്. വാ, നീയൊക്കെ വാ, നിനക്കൊക്കെ ഞാൻ വിഷം കലക്കി തരും എന്ന് നമ്മുടെ മൂങ്ങാ മുത്തശ്ശി പിറുപിറുക്കാണ്. എന്താ മുത്തശ്ശി, വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് കിരൺ. അപ്പം ഇല്ല മോനെ, നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാ വന്നോ, കല്യാണി മോൾക്കും എപ്പം വേണേലും വരാമല്ലോ. പിന്നെ സോണി മോൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുമ്പം അതെ ഞാനും വരും, ഞാനും വരാതെയൊന്നും ഇരിക്കുമൊന്നുമില്ല. എന്തായാലും നമ്മളെല്ലാവരും തമ്മിൽ ഒരു പഴയകാല ബന്ധം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഇവരവിടെ നിന്ന് അങ്ങ് മടങ്ങുകയാണ്. അപ്പൊ ഈ സമയത്ത് ഭയങ്കര കലി പൂണ്ട് നിൽക്കുകയാണ് നമ്മുടെ പ്രകാശൻ അവിടെ നിന്നിട്ട് നമ്മുടെ വിക്രത്തിനോട് പറയാണ്, അതെ നിന്റെ ഭാര്യ അവൾ ഒറ്റൊരുത്തിയാണ് എന്നെ ഇന്ന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ഇവളെ പേടിച്ചിട്ടാണ് ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നത്. പക്ഷെ അധികകാലം പ്രകാശൻ അടങ്ങിയിരിക്കുമെന്ന് മോനെ നീ വിചാരിക്കണ്ടെന്ന് പറയാണ്. നിന്റെ പെണ്ണും പിള്ളയെ നീ ഒന്നെങ്കിൽ നിലക്ക് നിർത്തണം, അല്ലെങ്കിൽ അച്ഛൻ ഇനി അതിലിടപെടുമെന്ന് പറയുമ്പോഴത്തേക്കിനും വിക്രമാണെങ്കിലോ അച്ഛൻ ഞാൻ പറഞ്ഞാലൊന്നും അവള് കേൾക്കില്ല, അവളുടെ സ്വഭാവം അച്ഛൻ അറിയാലോ, അവള് നല്ല കരാട്ടക്കാരിയാണ്. അവളുടെ കരാട്ടെ എന്തായാലും ഇനി എന്റെ ശത്രുക്കളുടെ ലിസ്റ്റില് ഈ പറയുന്ന ശരണ്യയും ഉണ്ടാകുമെന്നും പറഞ്ഞ് ഇവൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമല്ലോ. കാണുന്നതിന് വേണ്ടിയിട്ട് രാഹുലിന്റെ അടുത്ത് മാത്രമല്ലേ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ രാഹുലിനെ അന്വേഷിച്ച് പോവാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണെങ്കിലോ മനോഹറും സരയും ശാരിയൊക്കെ കൂടി രാഹുലിനെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടറെ ഒരു രക്ഷയില്ല, ഇദ്ദേഹം ഭയങ്കര വയലന്റ് ആണ്. ഞങ്ങളിപ്പം ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ ചെറുതായിട്ടൊന്ന് മയക്കുപൊടി കൊടുത്തിട്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ഉണരുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അദ്ദേഹത്തിന് ഷോക്ക് കൊടുക്കണം. എൻ്റെ അച്ഛൻ അത്ര വലിയ വയലന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇവര് പാവപ്പെട്ട ഭ്രാന്തില്ലാത്ത രാഹുലിനെ ഭ്രാന്തനാക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതാ ഷോക്ക് കൊടുക്കുന്ന റൂമിലേക്കൊക്കെ കയറ്റി. ഡോക്ടറാണ് അതിലും വലിയ വട്ട്. പുള്ളിക്കാരൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഇവരെ എടുത്തുകൊണ്ടുപോയി ഷോക്ക് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ രാഹുലിനെ കൊണ്ടുപോയി, രാഹുലിന് ബോധമൊന്നുമില്ല. അങ്ങനെ ആ റൂമിൽ വെച്ചിട്ട് നല്ല ഒന്നൊന്നര കരണ്ട് കയറ്റുകയാണ് രാഹുലിന്റെ ബോഡിയിലേക്ക്. അപ്പൊ രാഹുലാണെങ്കിലോ ഇങ്ങനെ ഷെവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാട്ടും പുള്ളിക്ക് ബോധമൊന്നും വന്നിട്ടില്ല. കുറെ സമയം കഴിയുമ്പോഴത്തേക്കിനും രാഹുലിന് പതിയെ ബോധം തെളിയാണ്. അപ്പൊ രാഹുൽ ചുറ്റും നോക്കുമ്പോ കാണുന്ന കാഴ്ച ഒരു ആശുപത്രി സെറ്റപ്പ്. ഇതെന്താണ്, തന്റെ കാലിലൊക്കെ എന്തൊക്കെയോ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇതെന്താണെന്ന് അറിയാതെ രാഹുൽ അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മുടെ മനോഹർ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇതിനും പിന്നെ ആസൂത്രണം
ആസൂത്രണം ചെയ്ത ആൾക്കാരെ അറിയിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കിരണിനെയും കല്യാണിയെയും ഒക്കെ വിളിക്കുകയാണ്. അവരെ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്കിനും കിരൺ ചോദിക്കുന്നുണ്ട്, എന്താണ് മനോഹരെ, പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് ചോദിക്കുമ്പം, ദേ ഞങ്ങളിപ്പോൾ ഉള്ളത് സാറിന്റെ അമ്മാവനുമായിട്ട് ആശുപത്രിയിലാണ്. അങ്ങേർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി 1-2 ഡോസ് കൂടി ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ ഉള്ള ബോധം കൂടി അങ്ങ് നഷ്ടപ്പെട്ടാ പിന്നെ പറയണ്ടല്ലോ. അയാൾ ഒരു മുഴുവൻ ഭ്രാന്തനായിട്ട് ചങ്ങലയിൽ കിടന്നൊടുങ്ങും. അത് കേൾക്കുമ്പം കല്യാണിക്ക് വലിയ സന്തോഷമൊക്കെ ആയിട്ടോ. കല്യാണി പറയുന്നുണ്ട്, അയാൾ ഇത്ര അനുഭവിച്ചാ പോരാ, പലരെയും പച്ചയ്ക്ക് കൊല്ലാനായിട്ട് ഒരുങ്ങിയവനാണ് അവൻ. അനുഭവിച്ച് തന്നെ മരിക്കണം. പെട്ടെന്നുള്ളൊരു മരണമൊന്നും അല്ല അവന് വേണ്ടത്. നരകിച്ച് എന്താണ് വേദന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ ഒടുങ്ങണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം കിരണും പറയുന്നുണ്ട്, എന്തായാലും കാര്യങ്ങൾ ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ സംഭവിക്കണം. അത് സംഭവിച്ചാലേ നിനക്ക് നിലനിൽപ്പുള്ളൂ എന്നും പറഞ്ഞ് മനോഹരനെ ഒന്ന് ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട്. അപ്പം മനു ആണെങ്കിലോ അതെല്ലാം സാറ് പറഞ്ഞതുപോലെ തന്നെ എന്നും പറഞ്ഞ് ഫോൺ വെക്കുക. അപ്പൊ രാഹുലിന്റെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ട നേഴ്സൊക്കെ അങ്ങോട്ട് വരിക കേട്ടോ. എന്റെ പൊന്നതേ ഇയാൾ എഴുന്നേറ്റ് പാടെ തന്നെ ഒച്ചയാണല്ലോ എന്നും പറഞ്ഞ് നേഴ്സ് ഓടിപ്പോയി ഡോക്ടറിനെ വിളിക്കുകയാണ്. അപ്പൊ ഡോക്ടർ അങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിലോ, രാഹുല് ഇതെന്തിനാ, ഇതാരാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, നിങ്ങൾ എന്നെ എന്താ ചെയ്തത്, ഇതേ താൻ വലിയ വയലന്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷോക്ക് അടിപ്പിച്ചതാണ്. അതുകൊണ്ട് സിസ്റ്ററും അതുപോലെ ഡോക്ടറും ഒക്കെ കൂടി വീണ്ടും നമ്മുടെ രാഹുലിനെ അവിടെ പിടിച്ച് കിടത്തിയിട്ട് അടുത്ത ഷോക്ക് കൊടുക്കാനുള്ളൊരു പുറപ്പാടാ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മനോഹർ ആണെങ്കിലോ ശാരീനെയും സരയുനെയും പതിയെ അവിടെ നിന്ന് മാറ്റുകയാണ്. എന്തായാലും ഇവര് നിന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ സ്വാധീനിക്കാനും ഡോക്ടറോട് കാര്യങ്ങൾ പറയാനും ഒന്നും സാധിക്കില്ലല്ലോ. ഇയാളെ വട്ടനാക്കണമെങ്കിൽ ഇതുങ്ങൾ രണ്ടും ഇവിടെ നിന്നാ പറ്റില്ല എന്ന് മനസ്സിലാക്കി പതിയെ ഇതുങ്ങളെ, ഇതേ സരയു മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, അതുകൊണ്ട് മോൾ ഇനി അധിക നേരം ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണ്ട, മോൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോ, അമ്മയും പോയിക്കോ, അച്ഛന്റെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ. ഒരു മോന്റെ സ്ഥാനത്ത് നിന്നും എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാന്ന് പറയാണ്. അപ്പൊ മനുവിന്റെ സ്നേഹമൊക്കെ കാണുമ്പോൾ ശാരിയാണെങ്കിൽ, ഹോ നീ എന്റെ മകൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ അടിച്ച് അവിടുന്ന് പോവാട്ടോ. പക്ഷേ ഇവനാണെങ്കിൽ മൊത്തത്തിൽ രാഹുലിനെ അങ്ങ് ട്രാപ്പാക്കാനുള്ള പ്ലാനാണ് എന്നുള്ളത് നമ്മുടെ ശാരിക്കും സരയുനും പിടികിട്ടിയില്ല. അപ്പം ഇവര് വീട്ടിൽ ചെന്ന പാടെ നമ്മുടെ രാഹുലിനെ അന്വേഷിച്ചുകൊണ്ട് വിക്രത്തിന്റെ അച്ഛൻ അവിടെ എത്തുകയാണ്. അപ്പൊ പ്രകാശിനെ കണ്ടതും, എന്താ പ്രകാശം വന്നതെന്ന് ചോദിക്കുമ്പം, അതെ എനിക്ക് രാഹുലിനെ കാണണം, അവൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അതെ രാഹുലേട്ടന് ചെറിയൊരു വയ്യായികയുണ്ട്, ഏട്ടൻ ഇപ്പൊ ആശുപത്രിയിലാണ്. രാഹുലിന് എന്താ പറ്റിയത്, എന്താ അവന്റെ പ്രശ്നം? ഒന്നും പറയണ്ട, പല കാര്യങ്ങളും ഉണ്ട്. അല്ല നിങ്ങൾ വന്നത് എന്തിനാണ്? അതെ എനിക്ക് രാഹുലിനെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. അപ്പം അങ്ങേരിപ്പൊ എന്തായാലും ഒരു കാര്യവും സാധിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രകാശന്റെ രീതിയിൽ തന്നെ പ്രതികാരം വീട്ടിക്കോ എന്നും പറഞ്ഞ് ശാരി പതിയെ പ്രകാശിനെ അവിടുന്ന് ഒഴിവാക്കാൻ തുടങ്ങുമ്പം, അതെ എത്രയൊക്കെ വന്നാലും സോണിയും അതുപോലെ കിരണും ആൽബിയും എല്ലാവരും എൻ്റെ ശത്രുക്കളാണ്. എൻ്റെ മകളെയാണ് ഞാൻ ആദ്യം തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ശാരിക്ക് ഒരു ആശ്വാസം, ഒരു സന്തോഷമൊക്കെ തോന്നുകയാണ്. സരയും പറയുന്നുണ്ട്, അങ്കിളുടെ രീതിയിൽ തന്നെ പ്രതികാരം ചെയ്യണം, എന്തായാലും അങ്കിളിന് വിജയിക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രകാശന്റെ ആത്മവിശ്വാസം കൂട്ടുകയാണ്. വന്ന് അവളും അവളുടെ ഭർത്താവും കൂടി എൻ്റെ വീട്ടിൽ വിരുന്ന് വന്നിരിക്കുകയാണ്. അതും എൻ്റെ മരുമകളുടെ ഒത്താശയോടുകൂടി. എല്ലാത്തിനിട്ടും ഉള്ളതും ഞാൻ കൊടുത്തിരിക്കും എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ വെല്ലുവിളിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ആശുപത്രിയിൽ പാവൻ രാഹുല് ഉള്ള ബോധമൊന്നും പോയിട്ടില്ലെങ്കിലും ബോധത്തോടു കൂടി കിടന്ന് ഷോക്ക് ട്രീറ്റ്മെന്റ് ഏറ്റുവാങ്ങുകയാണ്. അപ്പം അതിന്റെ ഒരു വേദന അവൻ അറിയണമല്ലോ, അതിനും വേണ്ടിയും ക്രൂരതകൾ ചെയ്തതാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഈ വരുന്ന ആഴ്ചയിലുള്ളത്. എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.